ഹായ് ഫ്രണ്ട്സ്, ചക്ക വെച്ച് നമുക്ക് എന്തെല്ലാം ഡിഷസ് ഉണ്ടാക്കാം. ഇന്ന് നമുക്ക് ചക്കപ്പായസം ഉണ്ടാക്കിയാലോ. ഇത് ഒരു 30 വരിക്ക ചക്കച്ചുളയാണ്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. ചക്കച്ചുള കുരു കളഞ്ഞെടുക്കുക. ചുള മിക്സിയുടെ ജാറിലേക്കിട്ട് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കുക. ചെറിയതായിട്ട് കടിക്കാനൊക്കെ കിട്ടുന്നത് നല്ലതാണ് കേട്ടോ. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. കുറച്ച് പീസസൊക്കെ കിടക്കുന്നത് പായസത്തിന് രുചി കൂട്ടും. ഒരു തേങ്ങ തിരിങ്ങി എടുത്ത് മാറ്റി വയ്ക്കുക. ഇതിൻ്റെ തേങ്ങാപ്പാൽ 3, 2, 1 ക്രമത്തിൽ നമുക്ക് പായസത്തിൽ ചേർക്കാനുള്ളതാണ്. ശർക്കര പാനിയാക്കിയത് ഇവയെല്ലാം കൂടെ എടുത്ത് മാറ്റി വെച്ച ശേഷം ചക്ക മിക്സിയിലിട്ടത് അടിച്ചെടുക്കുക. അടികട്ടിയുള്ളൊരു പാത്രം അടുപ്പത്ത് വെച്ച് 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് നമ്മുടെ ചക്കയുടെ മിക്സ് അതിലേക്ക് ഒഴിച്ച് നന്നായി ഇളക്കിയെടുക്കുക. അതിൽ വെള്ളത്തിൻ്റെ ഈർപ്പം പോകുന്നിടം വരെ ഇളക്കുക. ശേഷം ശർക്കര പാനിയാക്കിയതും കൂടെ അതിലൊഴിച്ച് ഇളക്കി യോജിപ്പിക്കുക. തേങ്ങാപ്പാൽ എടുത്തു വച്ചിട്ടുണ്ട്. ഇതുപോലെ കുറുകിയ ശേഷം 3-ാം പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നന്നായി ഇളക്കുക. വീണ്ടും ഒന്ന് കുറുകി വരുമ്പോൾ ഈ ഒരു പരുവം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് 2-ാം പാലും കൂടെ ഒഴിച്ച് വീണ്ടും നന്നായി യോജിപ്പിക്കുക. സ്വല്പം ചുക്ക് ചേർത്ത് കൊടുക്കുക. ഒരു സ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് 1-ാം പാലും കൂടെ ചേർത്ത് ഒരു കുറുകിയ പരുവമായ ശേഷം അണ്ടിപ്പരിപ്പും കിസ്മിസും നെയ്യിൽ വറുത്ത് കോരി പായസത്തിലേക്ക് ചേർക്കുക. ശേഷം സ്റ്റവ് ഓഫ് ചെയ്ത് പായസം സെർവ് ചെയ്യുക. ഇത് വളരെ ടേസ്റ്റുള്ളൊരു പായസമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് ഉറപ്പായും ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ.